അപ്പോൾ ഈ പോർഷയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാനപ്പോൾ റീൽ ഇട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ മെയിൻ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുണ്ടാവുക. പിന്നെ എന്താ പറയുക, അത് തമിഴ്നാട് രജിസ്ട്രേഷനിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി കേരളയാക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നോർമൽ ഒരു വണ്ടിയുടെയും ഇതേപോലെ ഒരു സ്പോർട്സ് പ്ലസ് ലക്ഷറി വണ്ടിയുടെയും ഒരു ബോഡിയുടെ ഒരു ഫിനിഷിങ് കാര്യങ്ങളും. പിന്നെ ഹെഡ്ലൈറ്റ് നല്ലൊരു ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് പോർഷയുടെ ഷേപ്പുകളൊക്കെ കാണാനായിട്ട്. ഭയങ്കര ഒഴുക്കൻ ഷേപ്പാണ്. അലോയ്സ് ടയർ 4 പക്ക ഫ്രഷ് കണ്ടീഷനിലുള്ള ടയറാട്ടാ. പിന്നെ ഇതിൻ്റെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സ്, ആക്സിഡൻറ്റ്സ്, ഫ്ലഡ്സ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നില്ല. അപ്പോൾ ഈ സൈഡ് ബോഡിയൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, വണ്ടിയുടെ ലുക്ക് മനസ്സിലാവും. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ പോർഷയുടെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് ഏറ്റവും പ്രീമിയം വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്താ പറയുക, ഒരു കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടുന്നൊരു വണ്ടിയാണ് ഈ കെയിൻ എസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സ്പോർട്ടീവ് പ്ലസ് എന്നാൽ അത് SUV പോലെയുള്ള ഹൈറ്റും രണ്ട് ഫീൽ ഒരുമിച്ച് തരുന്ന വളരെ റയറായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് വരുന്നത്. പിന്നെ ഇത് V8 എഞ്ചിനായിട്ടാണ് വരണേ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതും പെട്രോൾ. അപ്പോൾ ഇത് ഏത് പോക്ക പോകാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. റിയർ സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റിയർ AC ഭയങ്കര രസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൺറൂഫ് അവൈലബിൾ അല്ല വണ്ടിയിൽ. അപ്പോൾ V8 എഞ്ചിൻ വരുന്ന വണ്ടി ഞാൻ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റാണ്. ഞാൻ V6കളൊക്കെ ഒരുപാട് നമ്മുടെ BMൻ്റെ 7 സീരീസും ബെൻസിൻ്റെ E350 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു പ്രത്യേക സാധനമാണ് V8 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി ക്ലിയർ ആണ്. സൈഡ് ബോഡി വളരെ പക്കൻ ടയർ കണ്ടീഷൻ കണ്ടത്. ടയർ നല്ല ബ്രാൻഡ് ന്യൂ ടയർ കേട്ടോ. 4 നല്ല ബ്രാൻഡ് ന്യൂ ടയർ. അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ്. അത് നിങ്ങൾ വാങ്ങുമ്പോൾ ഇതേ പുതിയത് നിങ്ങൾക്ക് ഇട്ടുതരും. പിന്നെ ഈ വൈറ്റും ഇൻറ്റീരിയറിൻ്റെ കളറും തമ്മിലും ഭയങ്കര മാച്ചും ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2011 മോഡൽ ആണ് വണ്ടിയുടെ ഇത് വരുന്നത്. പീക്കോളുടെ റീടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് വരും. പിന്നെ റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം വിളിക്കുക. നമ്മൾ തൃശ്ശൂർ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ടൗണിനടുത്ത് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പാർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവരോട് വന്ന വണ്ടി കാണാനും ഫിനാൻസ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. സോ എത്രയും വേഗം നിങ്ങൾ വിളിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഡ് പ്രീമിയം കാറുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല കിടിലൻ വണ്ടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ജസ്റ്റ് ഫോളോ ചെയ്യുക. താങ്ക്